നമസ്കാരം ഗൈസ്, എല്ലാ അച്ഛന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5 കിടുക്കാച്ച് ഫോണുകൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും വളരെയധികം പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം ആമസോണിലുള്ള 5 വെറൈറ്റി കിടുക്കാച്ച് ഫോണുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ ഫോൺ കണ്ടാൽ വളരെയധികം എക്സൈറ്റഡ് ആവും. കാരണം വേറെ ലെവലിലുള്ള ഫോൺ ഗൈസ്, നമ്മൾ ഒരിക്കലും ചിന്തിക്കുകയും ചെയ്യാത്ത രീതിയിലുള്ള ഫോണുകളാണ് നമ്മളെ ആമസോണിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റുന്ന കുറച്ച് ഫോണുകളാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കിടു ഫോൺ 5 വെറൈറ്റി ഫോൺസ് ഓൺ ആമസോണാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിൽ പോകാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ ഫോൺ എന്ന് പറയുന്നത് ആമസോൺ അല്ലെങ്കിൽ കമ്പനി തന്നെ വേൾഡ് സ്മാളസ്റ്റ് ഫോൺ എന്ന് അവകാശപ്പെടുന്ന ഒരു കുഞ്ഞൻ ഫോണാണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ ഫോൺ. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആമസോണിൽ ആ ഫോണൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ കെച്ചോദ എന്ന ബ്രാൻഡ് ആട്ടോ. കെച്ചോദിൻ്റെ 0.66 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ള ഒരു സിംഗിൾ സിം ഫിംഗർ ബ്ലൂടൂത്ത് ഫോൺ എന്നാണ് ഈ ഫോണിൻ്റെ പേര്. സോ ഒരു ഫിംഗർ ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം വളരെയധികം ചെറിയൊരു ഫോണാണ്. നമ്മൾ ഇപ്പോൾ അതിൻ്റെ ജസ്റ്റ് ആ കവർ പിക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ഫിംഗറിൻ്റെ വലുപ്പം പോലും ഈ ഫോണിന് വരുന്നില്ല. കെച്ചോദ എന്നാണ് ബ്രാൻഡ്, K10 എന്നാണ് മോഡൽ നമ്പർ വരുന്നത്. സോ ഈ ഫോണിൻ്റെ സൈസ് നോക്കുമ്പോൾ വളരെയധികം നമുക്ക് ജസ്റ്റ് ഒരു വിരൽമ തന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ നീളം അളക്കാൻ പറ്റും. അത്രയും വളരെ ചെറിയൊരു ലെങ്ത് ഉള്ള ഒരു ഫോണാണ് നമ്മുടെ കെച്ചോദിൻ്റെ K10 എന്ന് പറയുന്ന ഫോൺ. ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു ഫോണാണ്. മാത്രമല്ല ഒരു 300 mAh ബാറ്ററിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എഫ്എമ്മും കാര്യങ്ങളൊക്കെ സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു. FM സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണുള്ളത്. നമുക്ക് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഒരു സിം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ വളരെയധികം യൂസ് ചെയ്യാൻ പറ്റും. വളരെയധികം ഷോർട്ടായിട്ടുള്ളൊരു ഫോൺ, ചെറിയ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. ഇതിൻ്റെ ഫോണിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 6 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് വരുന്നുള്ളൂ. സോ ആമസോണിൽ തന്നെ പറയുന്നുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ ചെവിൻ്റെ അവിടെ കണക്ട് ചെയ്യേണ്ട സാധനം ഉണ്ട്. നമുക്ക് ഇയർഫോൺ ആയിട്ട് യൂസ് ചെയ്യാന്ന് നമ്മുടെ ആമസോൺ ആര് തന്നെ പറയുന്നത്, യൂസ് ആസ് ആൻ ഇയർഫോൺ വിത്ത് സിലിക്കൺ ഇയർ ഹുക്സ്. ഓക്കെ, സിലിക്കൺ ഇയർ ഹുക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഇയർഫോൺ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അത്രയും ചെറിയ ഫോണാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതൊരു സിംബിയൻ 9.3 വെർഷൻ വരുന്നൊരു ഫോണാണ്. 32 MB റാം ഉണ്ട്. 6.3 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 22 ഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. വളരെയധികം കാറ്റിന് പറക്കാൻ പറ്റുന്ന അത്രയും വെയിറ്റ് മാത്രമേ ഈ ഫോണിന് വന്നിട്ടുള്ളൂ. ഏകദേശം 900 രൂപേൻ്റെ അടുത്ത് ഇതിന് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. 1000 രൂപേൻ്റെ താഴെയാണ് ഇതിൻ്റെ പ്രൈസ്. 885 രൂപയായിട്ടാണ് ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് വരുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഫോൺ എന്ന് പറയുന്ന ഒരു ഭീകരൻ അല്ലെങ്കിൽ ഒരു മോൺസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അത്രയും കരുത്തനായുള്ള ഒരു ഫോണാണ് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഫോണ്. ഇതും നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തുന്ന കെച്ചോദ എന്ന ബ്രാൻഡിൻ്റെ ഫോൺ തന്നെയാണ് നമ്മൾ ഇനിയും പരിചയപ്പെടാണ്ട് പോകുന്നത്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആമസോൺ സ്റ്റോറിലേക്ക് നോക്കാം. സോ നമ്മൾ സ്റ്റോറിൽ നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ പേര് കെച്ചോദ K112 എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ട്രിപ്പിൾ സിം മൊബൈൽ ഫോൺ വിത്ത് 5000 mAh ബാറ്ററി ആൻഡ് 2.4 ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ ഫോണിൻ്റെ ഡിസൈനെ ജസ്റ്റ് നോക്കുക ഗൈസ്. ഓക്കെ, ഇതൊരു ഇതിന് പറയാം, ഒരു ബിൽഡ് ക്വാളിറ്റിയും ഇതിൻ്റെ സ്ട്രക്ചറും നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ ഗൈസ്. ഒരു മോൺസ്റ്റർ സ്ട്രക്ചറാണ് നമുക്ക് ഈ ഫോണിന് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഒരു ആർമിക്കാരുടെ ഒക്കെ ഫോൺ എന്ന് പറയാൻ പറ്റും. അതേപോലെ നമുക്ക് ഈ ഫോൺ കൊണ്ട് പട്ടിനൊക്കെ കല്ലെടുത്ത് തരാൻ പറ്റും ഗൈസ്. നല്ല രീതിയിലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി. ക്യാമറ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് കണ്ടോ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ സ്പീക്കേഴ്സ് ഉണ്ട്. ടോപ്പിലായിട്ട് ടോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിലായിട്ട് എന്തൊക്കെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ട്രിപ്പിൾ സിമ്മൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഫോണാണ്. സോ അതിന് കമ്പനി പറയുന്ന മെയിൻ കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാം. 5000 mAh ബാറ്ററി നമുക്ക് ഈ ഫോണിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞുണ്ടോ ഇതൊരു പവർ ബാങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇവർ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആമസോണിൽ നമുക്ക് കാണാം ഇതുകൊണ്ട് 3-4 ഫോണൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിതൊരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ നല്ല രീതിയിൽ സൗണ്ട് കിട്ടുന്നൊരു സ്പീക്കർ ഉണ്ട്. നല്ലൊരു ടോർച്ച് ലൈറ്റ് സെറ്റപ്പ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെളിച്ചം കിട്ടുന്ന ഒരു ടോർച്ച് തന്നെയാണ് നമ്മളെ കെച്ചോദിൻ്റെ ഇതിൽ വന്നിട്ടുള്ളത്. 15.8 സെൻറ്റിമീറ്ററാണ് നീളം വരുന്നത്. കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 360 ഗ്രാമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതുകൊണ്ട് പട്ടിയെ എറിയാൻ പറ്റും പറഞ്ഞത്. 360 ഗ്രാം വെയിറ്റ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട്. 1/4 കിലോൻ്റെ മുകളിൽ വെയിറ്റ് വന്നിട്ടുണ്ട്. സോ നല്ല രീതിയിലുള്ള വെയിറ്റുള്ള ഫോണാണ്. നമ്മൾ എവിടെ കൊഴിഞ്ഞാടിയിലൊന്നും ഒന്നും പറ്റില്ല, നിലം കേട്ടിരുന്നല്ലാതെ ഫോണിന് യാതൊരു തകരാറും വരില്ല എന്നാണ് കമ്പനി പറയുന്നത്. സൂപ്പർ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഭയങ്കര ലൗഡായിട്ടുള്ള, നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഹോം തിയേറ്റർ ആയിട്ട് വരെ ഉപയോഗിക്കാം കേസ്. ഓക്കെ, സോ കിടക്കാച്ചി ഫോണാണ്. ഈ ഫോണിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ ചെക്ക് ചെയ്യാവുന്നതാണ് കേസ്. അപ്പോൾ നമ്മളെ ലിസ്റ്റിൽ മൂന്നാമത്തെ ഫോൺ അല്ലെങ്കിൽ അടുത്ത ഫോൺ എന്ന് പറയുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫോണാണ്. സോ അത് ഫോണാണെന്ന് ചോദിച്ചാൽ ഫോണല്ല കേസ്, ഇതൊരു കാറാണ്. ഓക്കെ, ഇതൊരു കാറിൻ്റെ ഡിസൈനിലാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഫോണല്ല കേസ്, ഇതൊരു കാറിൻ്റെ ഡിസൈനിലാണ്. കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ടോയ് കാർ, ഒരു പോർഷെ കാറിൻ്റെ ഡിസൈനിലാണ് ഈ ഫോൺ വന്നിട്ടുള്ളത്. സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ആമസോണിൽ എങ്ങനെ ആ ഫോണിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കാം.
സോ ഈ ഫോണിൻ്റെ പേര് പറയുകയാണെങ്കിൽ സ്നെക്സിയൻ റോക്ക് കാർ ഡിസൈൻ കീപാഡ് ഫ്ലിപ്പ് ഫോൺ വിത്ത് ഡുവൽ സിം ഗ്രീൻ കളർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ കളർ ഗ്രീൻ ആണ്. വേറെയും കളേഴ്സിലുള്ള ഫോൺസ് ഇതിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ആ ഫോണിൻ്റെ ഡിസൈൻ ഫസ്റ്റ് ഒന്ന് നോക്കാം ഗൈസ്. ഓക്കെ, ഇത് തുറന്നിട്ടുള്ള പിക്കാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, ഈ ഡിസൈൻ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇതൊരു കാറ്, ഒരു പോർഷെ കാറ്, കുട്ടികൾ കളിക്കുന്ന ഒരു പോർഷെ കാറിൻ്റെ സെയിം ഡിസൈനാണ് ഈ റോക്ക് കാർ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ ചിത്രം കാണുകയാണെങ്കിൽ ഒരു ഫോണാണെന്ന് ആരും പറയില്ല ഗൈസ്. ഓക്കെ, സൈഡിൽ നിന്നുള്ള പിക്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു കാറാണെന്ന് ഫോണാണെന്ന് ഒരിക്കലും പറയില്ല. നമുക്കിത് ജസ്റ്റ് എന്ത് ചെയ്യാം, അതേപോലെ ഫ്ലിപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു ഫോണായിട്ട് ഉപയോഗിക്കാം. ഇതിനെന്താ പറയുക, ഒരു ചെറിയ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ടോർച്ച് സെറ്റപ്പ് ഉണ്ട്, നമുക്ക് ഒരു സിമ്മും കാര്യങ്ങളൊക്കെ ഇട്ട് എന്താ പറയുക, ഡ്യുവൽ സിം ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഡ്യുവൽ സിമ്മാണ്. നമുക്ക് നല്ല രീതിയിൽ എന്താ ചെയ്യുക, കോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ഫോണാണ് ഗൈസ്. നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു കാറാണ്. അല്ലെങ്കിൽ എന്താ പറയുക, സ്പൈ ആയിട്ടൊക്കെ ഫോൺ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫോൺ കൊണ്ടുപോകണമായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, തവളേൻ്റെ ഡിസൈനിലൊരു ബാക്കാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു പോർഷെ കാറിൻ്റെ ലുക്കാണ് നമുക്ക് ഈ ഫോൺ വരുന്നത്. സോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ഫോണുകൾ പോലെ ഒരു ആൻഡ്രോയിഡ് ഫോണല്ല, ഒരു സിംബിയൻ ഫോണാണ് വരുന്നത്. 32 MB ആണ് ഇതിൻ്റെ റാം വരുന്നത്. ഇതിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ ഏകദേശം 10 സെൻറ്റിമീറ്റർ ആട്ടോ ഇതിൻ്റെ നീളം കാര്യങ്ങൾ വരുന്നത്. 75 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. സോ വലിയ രീതിയിലുള്ള വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ബാറ്ററി നോക്കുകയാണെങ്കിൽ 1800 mAh കിട്ടുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. 1800 mAh ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നേരം ചാർജ് നിൽക്കും. പക്ഷേ അത് കറക്റ്റ് ആവാൻ ചാൻസ് ഇല്ലല്ലോ. നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 1230 രൂപയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോ ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഒരു കാറിൻ്റെ ഡിസൈനുള്ള ഒരു വെറൈറ്റി ഫോണാണ്. സോ കിടുക്കാച്ച് ഫോണാട്ടോ. ഈ ഫോൺ ഞാൻ ചിലപ്പോൾ വാങ്ങി അൺബോക്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഫോൺ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ നെക്സ്റ്റ് ഫോൺ നോക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ 4ാമത്തെ ഫോൺ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫോൺ എന്ന് പറയുന്നത് ഒരു കിടുക്കാച്ച് ഫോണാണ്. ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ഗൈസ്. ഓക്കെ, ഒരു ആൻഡ്രോയിഡ് ഫോണാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതൊരു ജാവ അല്ലെങ്കിൽ സിംബിയൻ ഫോണുകളായിരുന്നു. സോ ഇനി വരുന്ന ഫോൺ പറഞ്ഞത് ഒരു ആൻഡ്രോയിഡ് ഫോണാണ്. സോ ഫോണും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ആമസോൺ സ്റ്റോറിൽ തന്നെ നോക്കാം. അപ്പോൾ ഈ ഫോണിൻ്റെ പേര് എന്ന് പറയുന്നത് ഇന്ത്യ ഗാഡ്ജറ്റ്സ് എന്ന കമ്പനിയുടെ M7 എന്ന് പറഞ്ഞ ഫോണാണ് കേട്ടോ. M7 ബേസിക് സിമ്പിൾ ഡ്യുവൽ സിം ആൻഡ്രോയിഡ് ഫോണാണ്. 2.4 ഇഞ്ചിന് QVGA ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഗൈസ്. ഓക്കെ, ബിഗ്ഗസ്റ്റ് ഫോൺ സ്പീക്കർ, ഇതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബിഗ്ഗസ്റ്റ് ഫോൺ സ്പീക്കർ 3.5 വാട്ടിൻ്റെ ഒരു ഓഡിയോ സിസ്റ്റം കൊടുത്തു. സോ ഇതിൻ്റെ സ്പീക്കർ ഓൺ ആക്കുകയാണെങ്കിൽ നാട്ടിൽ മൊത്തം ഒരൊറ്റ ഫോൺ മതി കേസ്. ഫുൾ സൗണ്ട് ആയിരിക്കും. 2500 mAh ബാറ്ററി ഉണ്ട്. സോ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നാട്ടുകാരെ വെറുപ്പിക്കാൻ പറ്റും. നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാവും. IP68 റേറ്റിംഗ് ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇതൊരു വാട്ടർ പ്രൂഫ് ഫോണ് കേസ്. ഓക്കെ, ഇതും ഒരു ഷോക്ക് പ്രൂഫ്, റഗ്ഗഡ് ആയിട്ടുള്ള ഒരു ഷോക്ക് പ്രൂഫ് ആയിട്ടുള്ളൊരു ഫോണാണെന്നാണ് ഇവർ പറയുന്നത്. സോ ഇതൊക്കെ വർക്കാവുമോ എന്ന് എനിക്കറിയില്ല കേസ്. ഓക്കെ, വാട്ടർ പ്രൂഫാണെന്ന് ഇത് പറയുന്നത് കേട്ടോ. IP68 വാട്ടർ പ്രൂഫാണ്, റഗ്ഗഡ് ഷോക്ക് പ്രൂഫ് ഒക്കെയാണെന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ വർക്കാവുമെന്ന് എനിക്കറിയില്ല. ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ബാക്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ രീതിയിലുള്ള ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നാട്ടുകാർ മൊത്തം വെറുപ്പിക്കാൻ പറ്റുന്ന ഒരു കുടുക്കാച്ചി സ്പീക്കർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ 2500 mAh ബാറ്ററി ആണുള്ളത്. വീഡിയോ കോളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിലും ക്യാമറ ഉണ്ട്. വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ഫോണാണ്. ഇതിൻ്റെ സൗണ്ട് തന്നെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ വാട്ടർ പ്രൂഫാണ് കേട്ടോ. വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഷോക്ക് പ്രൂഫാണ്. ഭയങ്കര റഫായിട്ടുള്ള ഡിസൈനൊക്കെയാണെന്നാണ് അവർ പറയുന്നത്. കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ ടെക്നോളജിക്കലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 4G സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ക്യാമറ ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ ഉണ്ട്. 3 GB ഇൻറ്റർണൽ സ്റ്റോറേജും 1 GB റാമും വരുന്നുണ്ട്. ഏകദേശം 14 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. 4G കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫോൺ തന്നെയാണ്. 2500 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഗൈസ്, ഈ ഫോണിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. 1500 രൂപ അതിൻ്റെ വില കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോണുകളൊക്കെ 1000 റേഞ്ചിലായിരുന്നു വില വരുന്നത്. ഇതിന് 11500 രൂപ വില വരുന്നുണ്ട്. സോ കിടുക്കാച്ചി ഫോണാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. യെസ്, നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ഫോൺ അല്ലെങ്കിൽ 5ാമത്തെ ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഉപകാരപ്പെടില്ല. നിങ്ങൾ വയസ്സാകുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഈ ഫോൺ കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു ഫോണാണ്. വയസ്സന്മാർക്ക് ഉപകാരം പറ്റിയ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്രായമായ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോണാണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പരിചയപ്പെടുത്തിയ പോലെ തരാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നേരെ ആമസോൺ സ്റ്റോറിലേക്ക് നോക്കാം. സോ ഈ ഫോണിൻ്റെ പേര് എന്ന് പറയുന്നത് സീനിയർ വേൾഡ് ഈസി ഫോൺ LI 2.3 ഇഞ്ച് ഫോൺ വിത്ത് 20+ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്ലി ഫീച്ചേഴ്സ് ഉണ്ട്. സോ അതാണ് ഈ ഫോണിൻ്റെ മെയിനായിട്ട് പ്രത്യേകത. 20+ എന്താ പറയുക സീനിയർ സിറ്റിസൺ ഫ്രണ്ട്ലി ഫീച്ചേഴ്സാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. സോ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ലൗഡ് സൗണ്ട് ഉണ്ട്. ഡോക്ക് ചാർജിങ് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. അതായത് നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ ഇങ്ങനെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രായമായ ആളുകളാണെങ്കിൽ കണ്ണ് പിടിക്കൽ കേസ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഫോൺ എന്ത് ചെയ്യാം, അതിൻ്റെ ആ ചാർജിൻ്റെ കൊട്ടി കൊണ്ടുവച്ചാൽ മതി. അതാണ് ഡോക്ക് ചാർജിങ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനി തെറ്റാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാറിയല്ലോ.
സോ രണ്ടാമത്തെ ഫോൺ എന്ന് പറഞ്ഞത് സ്പീഡ് ഡയലർ ഓപ്ഷൻ, നമുക്ക് ഫോട്ടോ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഡയൽ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ SOC ബട്ടൺ ഉണ്ട്, അതായത് SOC ബട്ടൺ എന്ന് പറഞ്ഞാൽ ഫോണിലൊരു വലിയൊരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നിൽക്കാനുള്ള ബട്ടൺ. നമുക്ക് എന്തെങ്കിലും പ്രായ ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ആ ബട്ടൺ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ആളുകളിലേക്ക് കോൾ പോകും. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ നമ്പറാണ് വെച്ചിട്ടുണ്ടെങ്കിൽ സോ ഇയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിരുന്നു, പെട്ടെന്ന് ആ ബട്ടൺ നിൽക്കിയാൽ മകൻ്റെ ഫോണിലേക്ക് കോൾ പോകും. സോ ഇയാൾക്ക് പെട്ടെന്ന് സംസാരിച്ചും കാര്യങ്ങളൊക്കെ റെഡി ആക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ. സോ ഫോൺ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം ഒരു സിമ്പിളായിട്ടുള്ള ഫോണാട്ടോ. ഇതിൽ നമുക്ക് ഫോണിൻ്റെ ഇൻ്റർഫേസ് തന്നെ കാണാം. ഫോട്ടോ വെച്ചിട്ട് ഡയൽ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഫോണാണ്. ആ ചാർജർ കേസിങ് നിങ്ങൾ കണ്ടില്ലേ? സോ ജസ്റ്റ് ആ കേസിൽ വെച്ചാൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാണ്ട് പറ്റും. മെഡിസിൻ റിമൈൻഡേഴ്സ് ഒക്കെ കേട്ടോ, അതൊക്കെ പ്രായ ആളുകൾക്ക് ഉപകാരപ്പെടും. പ്രായമായ ആളുകളുടെ 2 ഫോട്ടോ വെച്ചിട്ടാണ് ഇവർ ഈ ഫോൺ അധികം മാർക്കറ്റിംഗ് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ SOC ബട്ടൺ കേട്ടോ. ഈ SOC ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക മക്കളെ അല്ലെങ്കിൽ ആരെയാണോ കണക്ട് ചെയ്യേണ്ടി വെച്ചാൽ അവരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് SOC ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിടക്കാച്ചി ഫോൺ തന്നെയാണിത് കേട്ടോ. ഇതിൻ്റെ ഈ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഡോക്ക് ചാർജറാണ് ഓപ്ഷനാണ് കേട്ടോ. അത് ഇങ്ങനെയാണ് ഡോക്ക് ചാർജർ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫോണാണ്. പ്രായ ആളുകൾക്ക് ഉപകാരം പറ്റിയ ഫോണാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 3499 രൂപയാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ്, അതായത് പ്രൊഡക്റ്റ് ഗാഡ്ജറ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഗാഡ്ജറ്റ് പരിചയപ്പെടുന്ന വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ എല്ലാ ഫോണിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. സോ ഓക്കെ, സോ നിങ്ങൾ എന്തായാലും പറ്റുന്ന എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതുപോലത്തെ വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. പുതിയൊരു ടെക്നോളജിയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം. അതുവരെ ഗുഡ് ബൈ ഗൈസ്.